നമ്മുടെ പൊക്കം ഇല്ലായ്മയാണ്. പക്ഷെ അതും എൻ്റെ ഹാർഡ് വർക്കിംഗ് കൂടെ വരുമ്പോൾ രണ്ടും കൂടെ വരുമ്പോൾ അല്ല, ഞാൻ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു പൊക്കമില്ലായ്മ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് എനിക്ക് 10-13 വർഷമായി ശരി. അപ്പോൾ ഞാൻ കാറ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ പല ഫ്രണ്ട്സുകളും ആരും എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. ചാർലിക്ക് അത് പറ്റുമോ, വണ്ടി എടുത്തിട്ട് അങ്ങനെ ഒരു സാഹസ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ, ചാർലി അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ് അത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും നമുക്ക് ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ ഇംഗ്ലീഷൊന്നും വലിയൊരു ഇംഗ്ലീഷൊന്നും അല്ല ആക്ച്വലി. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവലിലായിട്ട് ഞാൻ സ്റ്റേജിൽ കയറി നിന്നിട്ട് ആൾക്കാരെ അങ്ങ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുകയാണ്. നമ്മൾ നല്ലത് ചിന്തിക്കുക, നമുക്ക് പറ്റും എന്നുള്ളത്. നമ്മളൊരു ജീവിത പങ്കാളിയെ നമ്മുടെ കൂടെ കണ്ടെത്തണമല്ലോ ആക്ച്വലി, അത് വേണമല്ലോ, അതാണല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയി ഞാൻ പ്രപ്പോസൽ ചെയ്ത് എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ ഒരു ജീവിത സഖിയായിട്ട് കൂടാൻ പറ്റുമോ, ജസ്റ്റ് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് ഉണ്ടാക്കുമെന്ന് പോലും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ചാർലി അന്ന് ഈ കമ്പനി തുടങ്ങുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ അതൊരു ചെറിയ രീതിയിലായിരിക്കണമല്ലോ ആ കമ്പനി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ആ ഒരു പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഒരു പ്രൈവറ്റ് സെക്രട്ടറിയിലേക്കുള്ള ആ ഒരു ട്രാൻസ് ഉണ്ടല്ലോ, അല്ലെ, ഒരു മാറ്റം. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഇപ്പോൾ വെക്കുന്നത് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യങ്ങളൊന്നും അല്ല, അതൊന്നും വലിയൊരു കാര്യമല്ല. നമ്മുടെ ജോലിയും വർക്ക്. പക്ഷെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ തിരക്കാണ്, ഫോൺ എടുക്കുന്നത് വരെ അദ്ദേഹമാണ്. അത് ഉണ്ട്. അതൊരു പിന്നെ നമ്മുടെ എല്ലാം ഈ പറഞ്ഞ മാതിരി അവരെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹങ്ങളാണല്ലോ ശരി. പക്ഷേ അതിനുപരി നമ്മൾ അന്ന് വന്ന മാതിരിയല്ല ഇന്ന്. നമ്മൾ ഈ ഒരു സെക്ടറിലേക്ക് ഇറങ്ങി ഇപ്പോൾ എൻ്റെ അന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതി മാത്രമായിക്കൊണ്ടായിരുന്നു അങ്ങനെ കമ്പനി പോയിക്കൊണ്ടിരുന്നത്. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ അന്ന് അത്യാവശ്യം എത്ര സ്റ്റാഫുണ്ട്, MC കാര്യങ്ങൾ, ഈ പറഞ്ഞ DJയും കാര്യങ്ങളും ഒക്കെ, മാജിക് ഷോയൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരു പരിപാടി ചെയ്യുന്ന ഒരു ലെവലിൽ മാത്രമായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത് ആക്ച്വലി. ഇന്ന് നമ്മളത് മാറി. ഇന്ന് നമ്മൾ ഈശ്വരൻ്റെ അനുഗ്രഹത്തെ വലിയൊരു അസ്ര ഇവൻറ്റ് മാനേജ്മെൻറ്റ് LLC എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായി മാറി ആക്ച്വലി. അതിനകത്ത് നമ്മളെന്ന് പറഞ്ഞാൽ കമ്പനികളിലെല്ലാം കോർപ്പറേറ്റ് ഈവൻറ്റ്സുകളെ, വെഡ്ഡിങ് പാർട്ടി, ബർത്ത്ഡേ പാർട്ടി, നമ്മുടെ മാളിൻ്റെ ഷോസ്, കാർണിവൽ ഷോസ്, പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓഡിയോ വീഡിയോ വിഷ്വൽസ് കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ എല്ലാ നാഷണാലിറ്റിയിലുള്ള എല്ലാ ലോകത്തുള്ള എല്ലാ രാജ്യക്കാരെയും വെച്ചുകൊണ്ടാണ്, നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളെയും വെച്ചുകൊണ്ടാണ് നമ്മളിവിടുത്തെ എല്ലാ ടൈപ്പ് ഓഫ് ടേസ്റ്റിൻ്റെ അനുസരിച്ചുള്ള കോർപ്പറേറ്റ് ലെവലിലുള്ള നമ്മുടെ ഓഫീസ് സ്റ്റാഫുകളുണ്ട്. നമ്മൾ ഓഫീസ് സ്റ്റാഫുകൾ കുറവാണ് ആക്ച്വലി. പിന്നെ ഇവിടുത്തെ അറിയാമല്ലോ, ദുബായ് എന്ന് പറയുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഔട്ട്സോഴ്സിംഗ് ആണ് ആർട്ടിസ്റ്റുകൾ ആക്ച്വലി. ഞാൻ കൂടുതൽ ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റിലാണ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എല്ലാം ഉള്ളതുകൊണ്ട് EAV, ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓഡിയോ വീഡിയോ വിഷ്വൽസ് ഉണ്ട്. അതിന് പിന്നെ നമുക്ക് സ്ഥിരം നമ്മുടെ വർക്കിന് വരുന്ന ആൾക്കാരുണ്ട് ആക്ച്വലി. പിന്നെ ചാർലിയുടെ ലൈഫ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ചാർലിക്ക് തന്നെ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചാർലിയോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ശാരീരിക ക്ഷമതയാണോ അതോ മനസ്സിൻ്റെ ഒരു കരുത്താണോ, എന്തായിരിക്കും? ചാർലിക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റും? ഒരിക്കലും ശാരീരിക ക്ഷമതയല്ല അത്. ഓക്കെ, ശാരീരിക ക്ഷമത അത് വേണം, കാര്യങ്ങളില്ലെന്ന് പറയത്തില്ല, ശാരീരിക ക്ഷമത വേണം. ഇതിനെക്കാട്ടിലൊക്കെ പക്ഷെ ചാർലി ഒരു വൻ വിജയമല്ല, ഇതിനെക്കാട്ടിൽ വലിയ കാര്യമാണോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല ആക്ച്വലി. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുമില്ല ആക്ച്വലി. ഇപ്പം ഞാൻ നിസ്സാരം പോയിട്ട് ഇവിടെ ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്നുണ്ടായിരുന്നു ആക്ച്വലി. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് എനിക്ക് 10-13 വർഷമായി ആക്ച്വലി. അപ്പോൾ ഞാൻ കാറ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ പല ഫ്രണ്ട്സുകളും ആരും എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നീ അത് വേണം, അല്ല എന്നോട് ചോദിച്ചാൽ ഓക്കെ നീ നല്ല കാര്യം. എൻ്റെ പല ഫ്രണ്ട്സുകൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും അവർക്കൊരു മോട്ടിവേഷൻ, ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കും. എന്താണ് പറഞ്ഞു കൊടുക്കുക? അവർക്ക് ഏത് ലെവലിൽ എവിടെ വരെ എത്തിച്ചേരാൻ പറ്റുന്നു ഉള്ളൊരു ലെവലിൽ ഒരു മോട്ടിവേഷൻ, നല്ലൊരു ടോക്കേ പറയത്തുള്ളൂ. പക്ഷേ അത് നമുക്ക് അറിയാം, അല്ലെങ്കിൽ പോലും അവർക്ക് നല്ലൊരു പ്രചോദനം നമ്മൾ കൊടുക്കത്തുള്ളൂ ആക്ച്വലി. പക്ഷേ അന്നത്തെ സമയത്ത് ഞാനൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോലും എൻ്റെ കൂടെ നിൽക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്, ചാർലി വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ ആൾക്കാർ 120-ലാണ് വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ 130-ലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ ഇവിടുത്തെ റോഡിലൊക്കെ ഓടിക്കണം. ചാർലിക്ക് അത് പറ്റുമോ, വണ്ടി എടുത്തിട്ട് അങ്ങനെ ഒരു സാഹസ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ, ചാർലി ഇപ്പോഴെന്താണ് ഡ്രൈവറെ വെച്ചിട്ടല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്, ആ ലെവലിൽ പോയിക്കൂടെ എന്നുള്ളത്. അപ്പോഴും ഞാൻ പറഞ്ഞു അതല്ല, എനിക്കൊക്കെ അതിനേക്കാൾ കൂടുതൽ പറ്റും എന്നുള്ളത്. ഞാൻ അങ്ങനെ പോയിട്ട് ഇവിടെ പോയിട്ട് ദുബായ് ഗവൺമെൻറ് സപ്പോർട്ട് കൂടി പോയിട്ട് എനിക്ക് തന്നെ
എൻ്റെ ലെവലിൽ പ്രത്യേക കാറിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ അതിൽ ഡ്രൈവിങ് പഠിച്ച് ഇന്ന് ഞാൻ തന്നെയാണോ എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് എനിക്ക് എൻ്റെ രീതിയിൽ ഏതെല്ലാം സമയത്ത് ആരെല്ലാം പോയി ഏതെല്ലാം ക്ലയൻറ്റിനെ പോയി കാണേണ്ട സമയത്ത് ഇഷ്ടത്തിനനുസരിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഏതെല്ലാം ഹോട്ടൽസിലായാലും മറ്റുള്ളവരെ ആയാലും മാർക്കറ്റിങ്ങിന് അവരുടെ ഇതിൽ നോക്കിക്കൊണ്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഏറ്റവും ഉപരി എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അതുകൂടാതെ എൻ്റെ ഒരു ടീമും ഉണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുമുണ്ട് മാർക്കറ്റിംഗ് സെക്ഷൻ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനിരിക്കുന്നവരുണ്ട്. ആക്ച്വലി ഇവിടെ വണ്ടി ഉണ്ടെങ്കിൽ ചിറകുള്ളതിന് തുല്യമാണ്. പിന്നെ അത് തീർച്ചയായിട്ടും എൻ്റെ എനിക്ക് ലൈസൻസ് കിട്ടി ഞാൻ വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബിസിനസ്സിലൊക്കെ ഭയങ്കരമായിട്ട് ഗ്രോ ആകാൻ പറ്റിയത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് വിചാരിക്കും ഇയാളെന്താണ് പറയുന്നത്, എന്ത് ബിസിനസ്. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ബിസിനസ് ഉണ്ട്. പക്ഷേ അതിലേറ്റവും കൂടുതൽ അപ്പാകാൻ പറ്റിയത് എൻ്റെ ഒരു കയ്യിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ചേഞ്ചസ്. ഈ പല കാര്യങ്ങളിലേക്കും ഇറങ്ങുമ്പോൾ ഈ കൂടെ നിൽക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, അതായത് ഞാൻ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ അഭിപ്രായം വന്നിട്ടുള്ളത് ഏത് വിധത്തിലാണ്? ചാർലി അത് പോകണ്ട, നിന്നെ കൊണ്ട് അത് പറ്റില്ല, നിരുത്സാഹപ്പെടുത്തുന്ന വിധത്തിലായിരുന്നോ അതോ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരുന്നു? ഞാൻ ഇപ്പോഴും പറഞ്ഞു ഇതിനു മുമ്പ് പറഞ്ഞ സെയിം വേർഡ് തന്നെ വെച്ചു. ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ആരും ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തോ എന്നിൽ കാണുന്നുണ്ടോ ഒരു ചാർലി അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ് അത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു ഇത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ അവർ സ്നേഹം കൊണ്ടായിരിക്കാം അവർ പറയും വേണോ അത് ചെയ്യണോ. ഞാൻ എപ്പോഴും പറയും നമുക്കത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്, നമുക്ക് എന്തുകൊണ്ട് എന്നുള്ള ഞാൻ ആ ഒരു ലെവലിൽ എപ്പോഴും നമ്മൾ പോവാണ്. നമ്മൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാം ഞാനൊരു അത്യാവശ്യം സ്റ്റേജ് ലെവലിൽ കയറിയിട്ട് ഒരു 500 പേരെ 600 പേരെ ക്രൗഡ്സിൽ ഞാനും പോയിട്ട് 8, 7, 6 മണിക്കൂർ അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതാണ്. സാർ ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു അറ്റൻഡ് ചെയ്തല്ലേ, എൻ്റെ പാർട്ടി അറ്റൻഡ് ചെയ്തതല്ലേ. അപ്പോൾ ഈ 5 മണിക്കൂർ 6 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഈ 500 ക്രൗഡിനെ നമ്മുടെ ആ ഒരു അറ്റൻഷൻ മൂമെൻറ്റിൽ ഇരുത്തുക, അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. അവരെ ഒരു ബോറടിപ്പിക്കാത്ത രീതിയിൽ ആ രീതിയിൽ അവരെ കൊണ്ടുപോകണം. തീർച്ചയായിട്ടും വേണം. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സംബന്ധിച്ച് 15ാമത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് 11, 12ാമത്തെ മിനിറ്റ് ആകുമ്പോൾ അവർ ബോറടിച്ച് കഴിഞ്ഞാൽ അവർ എണീച്ച് അവരുടെ പാട്ടിന് പോകും. അപ്പോൾ ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ 6 മണിക്കൂർ അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക, ബോറടിപ്പിക്കാത്ത രീതിയിൽ അവരെ നല്ല രീതിയിൽ ഹല്ല് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു നിസ്സാര കാര്യമല്ല. ഇതൊക്കെ ഒരു പ്രതീക്ഷിച്ച മാറ്റങ്ങളൊക്കെ തന്നെ ആയിരുന്നു ജീവിതത്തിൽ. പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുവാണല്ലോ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളും അതിന് ഇപ്പം ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം, ചെയ്യാതിരിക്കരുത്. എല്ലാം ദൈവം കൈകൊണ്ട് തരുമെന്നല്ല ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം വരും. പക്ഷേ എനിക്ക് ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റഡി ബേസ് ആയിട്ട് ഞാൻ അങ്ങനെ വലിയ ആളൊന്നുമല്ല ആക്ച്വലി. ജസ്റ്റ് 10th സ്റ്റാൻഡേർഡ് നോർമലൊന്ന് പാസ്സായി. പിന്നെ ഒരു കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഒരു അഡ്മിഷൻ കിട്ടി. ആ 2 വർഷക്കാലം ആർക്കോ വേണ്ടിയിട്ട് എന്തോ വേണ്ടിയിട്ട് ഒന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ കോളേജിൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എനിക്ക് കോളേജിൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അവിടെ ഒരു അഡ്മിഷൻ കിട്ടി. പോയി കാണേണ്ട ആൾക്കാരെ ചാർലിയുടെ ഷോയൊക്കെ കാണുമ്പോൾ ചാർലി പറയുന്ന ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ ചാർലി ഇവിടെങ്ങും അല്ല പഠിച്ചത്. എങ്ങനെയാണ് ആ മാറ്റമൊക്കെ? അതൊന്നുമില്ല. അത് സത്യം പറഞ്ഞ് ഞാനിപ്പോഴും പറയാം നമുക്ക് വലിയ ഇംഗ്ലീഷോ വലിയ നോളജോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലാണ് ആക്ച്വലി. നമുക്ക് ജീവിക്കണം എന്നുള്ള ഒറ്റ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മൈക്ക് എടുത്തിട്ട് നമ്മളിപ്പോൾ യൂറോപ്യൻസിനായാലും നമ്മൾ മറ്റുള്ള എല്ലാ തരത്തിലുള്ള നാഷണാലിറ്റിയിലുള്ള ക്രൗഡിനെ ആയാലും ഇപ്പം ഞാനിപ്പോൾ അല്ലേ എൻ്റെ ഇംഗ്ലീഷൊന്നും വലിയൊരു ഇംഗ്ലീഷൊന്നും അല്ല ആക്ച്വലി. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവലിലായിട്ട് ഞാൻ സ്റ്റേജിൽ കയറി നിന്നിട്ട് ആൾക്കാരെ അങ്ങ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ്റെ വിജയത്തിന് അനിവാര്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ എനിക്കത് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ തന്നെയാണോ? എന്താണ് ചാർലിയുടെ ഒരു? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അത് മനസ്സിലുണ്ടായിരിക്കണമല്ലോ. അത് നമ്മൾ 100% നമ്മളത് കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലെവൽ വേറൊരു ലെവലായിരിക്കും ആക്ച്വലി. നമ്മൾ നേരെ തിരിച്ചിട്ട് നെഗറ്റിവിറ്റി ചിന്തിക്കാനും നെഗറ്റിവിറ്റി മനസ്സിൽ കൂട്ടാനും നിൽക്കരുത്. നമ്മൾ എന്താണോ നമ്മൾക്കത് ചെയ്യാൻ പറ്റും അത് ചെയ്യും. നമുക്കത് എല്ലാവർക്കും പറ്റും. എനിക്കെന്നല്ല ബോസിനും പറ്റുന്ന കാര്യം തന്നെയാണ് ആക്ച്വലി. പക്ഷെ നമ്മൾ നല്ലതേ നമ്മൾ ചിന്തിക്കാവൂ, നല്ലത് പ്രവർത്തിക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിൽ അങ്ങോട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് നീങ്ങി നോക്കി നമ്മൾ കാല് വെച്ച് നമ്മൾ മുന്നോട്ട് ജീവിതത്തിൽ നടന്നു നോക്കി അത് 100% അത് സക്സസ് ആവും ആക്ച്വലി.
നമുക്ക് എല്ലാവർക്കും സക്സസ് ആകും. ഞാൻ മാത്രമല്ലല്ലോ, ഇവിടെ വലിയ വലിയ ബിസിനസ്സുകാരുണ്ട്. ഒന്നും അല്ല ശരി, ഇവിടെയൊക്കെ വലിയ ബിസിനസ്സുകാരുണ്ട്. അവരും ആ ഒരു ചിന്തയിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണ്. ഇനിയുള്ള തലമുറയ്ക്കും അങ്ങനെ തന്നെ എനിക്കും പറയാനുള്ളൂ. നമ്മൾ നല്ലത് ചിന്തിക്കുക, നമുക്ക് പറ്റും എന്നുള്ളത്. ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ അതോ ഇനിയുണ്ടോ? ഇനിയുണ്ടല്ലോ, ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പറയാൻ പറ്റാത്ത പല ആഗ്രഹങ്ങളുണ്ട്. പറയാൻ പറ്റാത്ത ആഗ്രഹം അല്ല, പറയാൻ പറ്റാത്ത പല ഓഡിയൻസിനോട്, ഇപ്പോൾ നമ്മുടെ ഓഡിയൻസ് പ്രേക്ഷകരോട് പറയാൻ പറ്റാത്ത എൻ്റെ സീക്രട്ടായിട്ടുള്ള പല ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം എനിക്ക് ദൈവം നടത്തി തന്നുകൊണ്ടിരിപ്പുണ്ട്. അത് ശരി, അതൊക്കെ വളരെ സക്സസ്. ഞാൻ ചിന്തിക്കാത്ത പല കാര്യങ്ങൾ പോലും ഇപ്പോൾ എൻ്റെ ലൈഫിൽ. ഭാര്യ മോളും ഇപ്പോൾ ഇവിടെ ഉണ്ട്? ഭാര്യ മോളും ഉണ്ട്. കല്യാണം എന്നായിരുന്നു? കല്യാണം ഇപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 13 വർഷക്കാലമായി. ചാർലി കൊല്ലമല്ലേ? അല്ല, ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പന്തളമാണ്. പന്തളം. മോൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ദുബായ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്, IHS പഠിക്കുന്നുണ്ട്. വൈഫ് തിരുവല്ലയാണ്, എടത്തോ സ്വദേശിയാണ്. ശരി, ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. ഞാൻ ചോദിക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയായിരുന്നു അത്? ഞാനൊരു ഈവൻറ്റ്സ് സംബന്ധിച്ച നാട്ടിൽ ഒരു ഷോയ്ക്ക് പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി. പുള്ളിക്കാരത്തി ഇങ്ങോട്ട് വന്ന് പറയായിരുന്നു? ഞാൻ അങ്ങോട്ട് പോയി പ്രപ്പോസൽ ചെയ്ത് അങ്ങോട്ട് പോയി. ജീവിതമല്ലേ ബോസേ, ശരി, തീർച്ചയായിട്ടും നമ്മളൊരു ജീവിത പങ്കാളിയെ നമ്മുടെ കൂടെ കണ്ടെത്തണമല്ലോ. ശരി, അത് വേണമല്ലോ, അതാണല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയി ഞാൻ പ്രപ്പോസൽ ചെയ്ത് എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയാം. ആദ്യം പറഞ്ഞു അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലായി. ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് അതിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ദുബായിൽ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ഇച്ചിരി അത്യാവശ്യം ദൈവം സഹായിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ നല്ല രീതിയിൽ ബിസിനസ് സക്സസ് ആയിട്ട് റൺ ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ കൂടെ ഒരു ജീവിത സഖിയായിട്ട് കൂടാൻ പറ്റുമോ എന്ന് വെച്ച്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി, ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി, കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഞങ്ങൾ പേഴ്സണലായിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സംസാരിച്ചു. അങ്ങനെ എൻ്റെ കൂടെ ജീവിത സഖിയായിട്ട് ഇറങ്ങി തിരിച്ച ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, സീറോയിൽ നിന്ന് സംഖ്യ എത്ര വലുതായാലും അതിൻ്റെ തുടക്കം സീറോയിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ ചാർലി ഇപ്പോൾ സീറോയിൽ നിന്ന് തുടങ്ങി ഏത് സംഖ്യയിലായിരിക്കും വന്ന് നിൽക്കുന്നത്, പറയാൻ പറ്റുമോ? ബോസേ, ഞാനിപ്പോൾ സീറോയിൽ നിന്ന് ഇപ്പോൾ എൻ്റെ പ്രേക്ഷകരുണ്ട്, ഞാൻ അത് പറയാൻ ഞാൻ റെഡിയല്ല. എങ്കിൽ പോലും ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം. ശരി, ഇത് ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ടൗണിൽ കൂടെ 1.5 കിലോമീറ്റർ ഞാൻ നടന്നിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നതും വരെ. അന്ന് ബസ്സിലൊന്നും പോകത്തില്ല. അപ്പോൾ ആ സ്കൂളിലോട്ട് പോകുന്ന എൻ്റെ ടൗണിലോട്ട് വരുമ്പോൾ 1.5 കിലോമീറ്റർ നടന്നാണ് വരുന്നത്. ആ നടന്നു വരുമ്പോഴേ ആ കോളേജ് പഠിക്കൽ ഇന്ന് ദൈവം സഹായിച്ചിട്ട് ഒരു ബിൽഡിങ് മേടിക്കുമോ, ഒരു പ്രോപ്പർട്ടി മേടിക്കുമോ, അവിടെ ഒരു ബിൽഡിങ് പണിയോ ഒന്നൊന്നും ദൈവം സഹായിച്ച് വിചാരിച്ചിട്ടില്ല. ഈ പറഞ്ഞമാതിരി സ്വന്തമായിട്ട് അല്ലെങ്കിൽ എനിക്കൊരു ജസ്റ്റ് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് ഉണ്ടാക്കുമെന്ന് പോലും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അപ്പം നല്ലൊരു വീടും ഇപ്പോൾ ടൗണിലായാലും ബിൽഡിങ്ങും കാര്യങ്ങളും, ദുബായിലായാലും സ്വന്തമായിട്ട് പ്രോപ്പർട്ടിയും കാര്യങ്ങളും, ഈ വീടും കാര്യങ്ങളും, പിന്നെ ഈ പറഞ്ഞ ക്രിക്കറ്റ് സ്റ്റേഡിയവും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ പോകുന്നുണ്ട്. അതെല്ലാം ഞാൻ എൻ്റെ ഈ ബിസിനസ്സിൽ കൂടെ, ഉയർച്ചയിൽ കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ്. ശരി, അത് ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അത് ദൈവം ഇവിടെ വരെ എന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. അത് ഭയങ്കര. പക്ഷേ ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരാൾക്ക്. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ, അതുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ വീണ്ടും ചാർലി ആയിട്ട് തന്നെ ജനിക്കണമെന്നാണോ? ഞാൻ 100% ശരി. അതിപ്പോൾ ഇവ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വിചാരിക്കും ഈ ചങ്ങാതി എന്താ പറയുന്നത് വിചാരിക്കുക. ശരി, അങ്ങനെയുള്ളൊരു ബ്ലെസ്സിങ്സാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിരിക്കുന്നത്. ശരി, അങ്ങനൊരു ബ്ലെസ്സിങ്സാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് നമ്മുടെ പൊക്കം ഇല്ലായ്മയാണ്. പക്ഷേ അതും എൻ്റെ ഹാർഡ് വർക്കിംഗ് കൂടെ വരുമ്പോൾ, രണ്ടും കൂടെ വരുമ്പോൾ അല്ല, ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ഒരു ഹാർഡ് വർക്കിംഗ് കൂടെ വന്നു കഴിയുമ്പോഴാണ് കാര്യങ്ങളെല്ലാം ഇത്രമാത്രം ഭയങ്കര ഇതായത്. ശരി, അപ്പോൾ ഞാൻ എന്തുകൊണ്ടും പറയുന്നത് ഏറ്റവും നല്ലത് എൻ്റെ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു പൊക്കമില്ലായ്മ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്. അത് തന്നെയാണ് വലുത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ലോകത്ത് എത്രമാത്രം ആൾക്കാർ പല സ്ട്രഗിളിങ്ങിൽ കൂടെ ലൈഫ്, ജീവിതം ബുദ്ധിമുട്ടി കാര്യങ്ങൾ പോകുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഒരുപാട് ആൾക്കാർ എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം. ശരി, ഒത്തിരി ആൾക്കാർ വളരെ ഹാൻഡ്സമായിട്ടുള്ള, വളരെ നല്ല ജെന്റിൽമാന്മാരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് കിടന്ന് നമ്മുടെ ഇന്ന് ഈ മാർക്കറ്റിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്ത് തുഴയുന്നുണ്ട്.
പക്ഷെ അതിനേക്കാൾ ഉപരി എൻ്റെ ഈ ഇപ്പോൾ ഒരു പൊക്കം വെച്ചിട്ട് ഞാൻ ഇത്ര ആയത് എൻ്റെ ഈ ഒരു പൊക്കം ഇല്ലായ്മയാണ് ഏറ്റവും അതൊരിക്കലും ഒരു കുറവായിട്ട് ഞാനത് കാണുന്നില്ല. പക്ഷെ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ, സത്യസന്ധമായിട്ട് ഞാൻ പറയാം, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഇത് തന്നെ ആകണമെന്ന് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എൻ്റെ ഈ ഷോയുടെ തുടക്കത്തിൽ ഞാൻ ചാർലിയെ കൊണ്ടുവരാനുള്ള മെയിൻ ഉദ്ദേശം എന്താണെന്നറിയോ? ചാർലി ഒരു വലിയ ഒരു പ്രതീകമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ഇതൊരു കുറവാണെന്നുള്ള രീതിയിലല്ല ഞാൻ പറയാം, എങ്കിലും നമുക്കൊരു ക്ഷമതയില്ലെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ചാർലിയോട് തന്നെ എത്രയോ പേര് ചോദിച്ചിരിക്കുന്നു, നിനക്കത് പറ്റുമോ? പക്ഷെ പറ്റുമെന്ന് പ്രൂവ് ചെയ്തു. ഇപ്പം ഞാൻ ഇപ്പം വലിയ വലിയ കമ്പനികളിലെല്ലാം കോർപ്പറേറ്റ് ഇവൻറ്റ്സിന് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ചിലയിടത്ത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ മീറ്റിങ്ങിന് പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫും മറ്റുള്ളവരൊക്കെ കാര്യങ്ങൾ ബിസി ആകുന്ന സമയത്ത് അപ്പോൾ അവരെന്നോട് ചോദിക്കും, ചാർലിക്ക് ഈ കമ്പനിയുടെ ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ഇവൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ ചാർലി ഹാൻഡിൽ ചെയ്യുമോ? ഞാൻ പറയും എന്തുകൊണ്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നില്ല? എനിക്ക് ഈസി ആയിട്ട് പറ്റും. അത് 100% ഞാൻ അവർക്കൊരു കോൺഫിഡൻസ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ചാർലി ഒരു വലിയ വിജയമാണ്, അതൊരു ചെറിയ വിജയമല്ല. ഒരു സാധാരണ മനുഷ്യൻ നേടിയെടുത്ത വിജയത്തിൻ്റെ ഡബിൾ എഫക്റ്റ് ഉള്ള ഒരു വിജയമാണ് ചാർലി നേടിയത്. അങ്ങനെ ഒരാളെ തന്നെയാണ് ഞാൻ എൻ്റെ ഷോയുടെ ഫസ്റ്റ് ഷോയാണ് ഞാൻ ചാർലിയിൽ നിന്ന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ചാർലി ഒരു ചെറിയ സംഭവം ആയതുകൊണ്ടാണോ? അല്ലല്ലോ, വെറും ഒരു സംഭവമല്ല, നിങ്ങളൊരു വലിയ സംഭവം തന്നെയാണ്, വലിയൊരു വിജയം തന്നെയാണ്. ഇനി എന്തായാലും എനിക്ക് വേണ്ടി കുറേ സമയം ഈ തിരക്കിനിടയിൽ അനുവദിച്ചു, വളരെ നന്ദിയുണ്ട്. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അധികം കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും എനിക്കിപ്പോഴും ആ ചോദിച്ച ചോദ്യത്തിന് കൃത്യം മറുപടി കിട്ടിയില്ല. 0-ൽ നിന്ന് ഏത് സംഖ്യയിൽ അത് പറയാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞു. ശരിയാണെങ്കിലും അത് വലിയ സംഖ്യയായി മാറട്ടെ എന്ന് മാത്രമല്ല ഞാൻ അത്രേ പറയുള്ളൂ. വളരെ ഷോർട്ടായിട്ട് പറയാമെങ്കിൽ ദൈവം സഹായിച്ച് ഇന്ന് നമ്മുടെ നാട്ടിലും എല്ലാം ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി ബിസിനസ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നാട്ടിലെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ദുബായിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ശരി കാര്യങ്ങൾ. അതെല്ലാം എൻ്റെ ഒരു ദൈവത്തിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്. പിന്നെ ഞാൻ വലിയ അങ്ങ് ലക്ഷപ്രൂവ കൂടാനും കൊണ്ട് ഈശ്വരനാണെന്നല്ല പറയുന്നത്, എന്നാൽ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഇത്രയും ദൈവം തന്നിട്ടുണ്ടല്ലോ, അത് വളരെ വലിയൊരു കാര്യമാണ് നമ്മൾ. അപ്പോൾ ആ നന്ദി. ഓക്കെ, താങ്ക് യു. ഇവൻസിന്റെ എന്നെ ഇങ്ങനെ ചൂസ് ചെയ്യാൻ സാർ ആദ്യത്തെ ഒരു ഇന്റർവ്യൂല് നമ്മളെ ഇങ്ങനെ ചൂസ് ചെയ്യാൻ കാണിച്ചൊരു വലിയൊരു മനസ്സ്, നമ്മൾ തമ്മിൽ അത്രത്തോളം ഒരു ബന്ധമുള്ളത് കൊണ്ടാണ്. ഒത്തിരി സന്തോഷം. അതൊരു നിമിത്തമാണല്ലോ ഞാൻ ചാർലിയെ കണ്ടെത്തുന്നത് പോലും. എൻ്റെ ഫസ്റ്റ് ഷൂട്ടിൻ്റെ അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഷേഖ് ഹസൻ ഖാനെ, നമ്മുടെ ആ ഒരു മൗണ്ടനേറി ഉണ്ടല്ലോ, പർവ്വതാരോഹം, അദ്ദേഹത്തിൻ്റെ ഷൂട്ടിൻ്റെ അന്നാണ് ഞാൻ യാദൃശ്യമായിട്ട് ചാർലിയെ കാണുന്നത്. അത് കണ്ടതുപോലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ഭുതമായിട്ട് തോന്നും. അപ്പം അതൊരു നിമിത്തമാണ്, അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി എന്തായാലും ഒത്തിരി സന്തോഷം. താങ്ക് യു.